ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അവരെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ത്രോട്ട് ചക്ര, നിങ്ങളുടെയോ അവരുടെയോ ത്രോട്ട് ചക്ര ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരിക്കും. ജൂൺ, നിങ്ങളോ അവരോ ജൂൺ എന്ന മാസത്തിലായിരിക്കും ജനിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ജൂൺ എന്ന മാസമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. നീ എൻ്റെ എല്ലാമാണ്. ഓക്കെ, എയർ സൈൻ, അതായത് അക്വേറിയസ്, ജെമിനൈ, ലിബ്ര, ഈ സോഡിയക് സൈനിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക. ക്യാൻസർ, ക്യാൻസർ എന്ന് പറഞ്ഞത് ഒരു സോഡിയക് സൈൻ ആണ്. അപ്പോൾ ആ സോഡിയക് സൈനിലായിരിക്കും നിങ്ങളോ അവരോ ജനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എയർ സൈനും വന്നു, ഇപ്പോൾ വാട്ടർ സൈൻ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്ന സോഡിയക് സൈനും വന്നു, പിന്നെ ജൂൺ എന്ന മാസവും വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ഡബിൾ കൺഫർമേഷൻ ആണ്, ക്യാൻസർ എന്ന സോഡിയക് സൈൻ. എർത്ത് സൈൻ, അപ്പോൾ എർത്ത് സൈനും വന്നിട്ടുണ്ട്. പ്ലീസ് കം ബാക്ക്. അപ്പൊ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പോൾ അവർ നിങ്ങളോട് പറയാണ് മടങ്ങി വരൂ എന്ന്. കാരണം അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവും. ബിസിനസ്, ഓൺട്രപ്രണർ, പാർട്ട്ണർഷിപ്പ്, ഹോൾസെയിൽ, റീറ്റെയിൽ, ഷോപ്പ്, ഇതുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. നിങ്ങളുടെ തൊഴിൽ മേഖലയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഐ നോ ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കാം, അത് നിങ്ങളുടെ തെറ്റല്ല എന്നാണ് അവർ പറയുന്നത്. ലിയോ, അപ്പൊ ഫയർ സൈനും വന്നു. ലിയോ സോഡിയക് സൈനിലായിരിക്കാം നിങ്ങളോ അവരോ ജനിച്ചിട്ടുണ്ടായിരിക്കുക. 4, 8, 13, 22, 26, 31 ഈ നമ്പേഴ്സുമായി അല്ലെങ്കിൽ ഈ ഡേറ്റ്സുമായി നിങ്ങൾക്കോ അവർക്കോ എന്തൊക്കെ ബന്ധമുണ്ട്. ബിസി, ഓക്കെ, തിരക്കിലാണെന്ന്. എക്സിക്യൂട്ടീവ്, നേരത്തെ ഒരു ഓൺട്രപ്രണർ അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ബിസിനസ്, അതുപോലെ എക്സിക്യൂട്ടീവ്സോ ആയിരിക്കാം, ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഫഷൻ ആയിരിക്കും എക്സിക്യൂട്ടീവ്സ് ഒക്കെ.